എറണാകുളം കോതമംഗലം വടക്കും ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാനെ പുറത്തെത്തിച്ചു. ആനയെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്തി. ഉന്നത ഉദ്യോഗസ്ഥർ എത്താതെ ആനയെ കയറ്റാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കൂടുതൽ വിവരങ്ങൾ. ഇന്നലെ പുലർച്ചെയാണ് ഈ കാട്ടാന, അതായത് ശനിയാഴ്ച പുലർച്ചെ ആണ് ഈ കാട്ടാന കിണറ്റിൽ വീണത്. കോതമംഗലം കോട്ടപ്പടി ഭാഗത്ത് നിരന്തരം കാട്ടാന ശല്യം രൂക്ഷമായിട്ടുണ്ട്. ആ ഭാഗത്ത് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ രണ്ടാമത് കിണറ്റിൽ വീണ കാട്ടാനയാണിത്. എന്തായാലും 2 മണിയോടുകൂടി കാട്ടാനയെ പുറത്തെത്തിക്കാൻ സാധിച്ചു. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ രാവിലെ തന്നെ ഉടലെടുത്തിരുന്നു. അതായത് ഈ കാട്ടാനയെ കിണറ്റിൽ നിന്ന് കയറ്റണമെങ്കിൽ ഈ കൃത്യമായിട്ട് സോളാർ ഫെൻസിംഗ് അടക്കം നടപ്പാക്കുമെന്നുള്ള ഉറപ്പ് കളക്ടർ വന്ന് പറയണമെന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും കളക്ടർ സ്ഥലത്തെത്തി ആ ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് JCB ഉപയോഗിച്ച് കിണറിന്റെ ഒരു ഭാഗം ഇടിച്ചുകൊണ്ട് കാട്ടാനയെ പുറത്തെത്തിക്കാൻ സാധിച്ചത്. 10 വയസ്സോളം പ്രായമുള്ള കാട്ടാനയാണ് അത്. നിരന്തരം ആ പ്രദേശത്തെ കൃഷി നശിപ്പിക്കുകയും അവിടേക്ക് ഇറങ്ങി മറ്റു വിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്ന കാട്ടാനയാണെന്നാണ് ആളുകൾ പറയുന്നത്. ഈ കാട് ഏകദേശം 700 മീറ്ററിന് അപ്പുറമാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കിണറ്റ് ഭാഗത്തു നിന്നും. അതുകൊണ്ട് തന്നെ കാട്ടിലേക്ക് പോയെന്ന് പറഞ്ഞാലും തിരികെ വരുമെന്നുള്ളൊരു ഭയം നിലവിൽ നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാട് ഉൾപ്പെടുന്ന മേഖലയിൽ സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെ വേണമെന്നുള്ള ഒരു ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നത്. MLA അടക്കം സ്ഥലത്തെത്തി പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിരുന്നു. അതായത് നാളുകളായിട്ട് ഈ സോളാർ ഫെൻസിംഗ് നടത്താമെന്ന് അധികൃതർ വാക്ക് പറയുന്നതല്ലാതെ അത് കേവലം ഒരു വാഗ്ദാനമായിട്ട് ഒതുങ്ങുന്നു എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആരോപണം. എന്തായാലും ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ഉടൻ തന്നെ ആരംഭിക്കാമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ നാട്ടുകാർക്ക് നൽകിയ ഉറപ്പ്. DFOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ രക്ഷാ ദൗത്യത്തിന് നേതൃത്വം വഹിച്ചത്. ഒപ്പം തന്നെ എന്തായാലും ആനയെ തുരത്തി നേരെ കാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ഇനി അവിടെ സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കുമെന്നുള്ളതാണ് കളക്ടർ നാട്ടുകാർക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഉറപ്പ്. ആ ഉറപ്പിന്മേലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും പുലർച്ചെയായിരുന്നു ഈ സംഭവം. ഇനി ആ കാട്ടാന വീണ്ടും അവിടത്തേക്ക് വരുമെന്നുള്ളതാണ് ആളുകളുടെ ഒരു ആശങ്ക. എന്തായാലും നിലവിൽ അവിടുത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചു കഴിഞ്ഞു. കാട്ടാനയെ 2 മണിയോടുകൂടി പുറത്തെത്തിക്കാൻ സാധിച്ചു. നേരെ കാട്ടിലേക്ക് തന്നെയാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ശരി, എറണാകുളം കോതമംഗലത്താണ് സംഭവം. സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാനയെ പുറത്തെത്തിച്ചു. ആനയെ എന്തായാലും പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തന്നെ തുരത്തി.